സവർക്കറും വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് സവർക്കറിനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പശു രാഷ്ട്രീയത്തിന് അദ്ദേഹം എതിരായിരുന്നു. ജാതി നിർമ്മാർജ്ജനമായിരുന്നു. അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട RSSന്റെ ഗോൾവാൾക്കറിന്റെയും ഹെഡ്ഗേവാറിനും ഒരിക്കലും ജാതി നിർമ്മാർജ്ജനം അവരുടെ അജണ്ടയില്ല. അവർക്ക് ജാതികളെല്ലാം ഒരുമിച്ച് സഹകരിച്ച് പോകണം. കോപ്പറേഷൻ ആയിരുന്നു അവർ മുന്നോട്ട് വെച്ചത്, പല ജാതികളുടെ കോപ്പറേഷൻ. സവർക്കർ എന്ന് പറഞ്ഞാൽ ജാതിയാണ് പ്രശ്നം, ജാതി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന ആശയക്കാരൻ. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മളും ഒക്കെ ആയിട്ട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് സവർക്കറിൻ്റെ ആശയമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യുക്തിവാദികളോ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ആശയങ്ങളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആൾ സവർക്കറാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഏട് കഴിഞ്ഞ് അയാൾ അനുഭവിച്ച പീഡനങ്ങളുടെ എല്ലാം, അയാൾ എന്തൊക്കെ അനുഭവിച്ചു, അയാൾക്ക് ആന്തരികമായി എന്തൊക്കെ സംഭവിച്ചു, അയാളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ അയാളോട് എന്തൊക്കെ ചെയ്തു, ഇതൊക്കെയാണല്ലോ നമ്മുടെ സ്വഭാവത്തെ കൂടെ മാറ്റുന്നത്. നമ്മൾ എത്ര വലിയ ഫിലോസഫി പറയുന്ന ഒരാളാണെങ്കിൽ പോലും, എത്ര വലിയ നന്മപരമായിട്ടുള്ള മാനവികത പറയുന്ന ഒരാളെ പോലും, അയാളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ അയാളെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അവരോട് വൈരാഗ്യം തോന്നാം. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രണ്ടാം ഘട്ടം സവർക്കറിനെ ഇത്രയും വികലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു സവർക്കർ ബാഷിങ് നടത്തുമ്പം യഥാർത്ഥത്തിൽ സംഭവിക്കുക സവർക്കറെ കുറിച്ച് ആളുകൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ പഠിക്കുമ്പോൾ ഇതൊരു നീതിബോധമില്ലാത്ത ആക്രമണമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും അങ്ങനെ മനസ്സിലാവുമ്പം അത് കൂടുതൽ BJP ശക്തിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്.